ചായ അമ്മ ഇവിടെ ഇല്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഈ വിളിച്ചോണ്ട് നടക്കണേ. അമ്മല്ലേ ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് തന്നെ. അമ്മ അടുക്കള കയറി മട്ടൊന്നുമില്ല. ദേ ഇന്നലെ രാത്രി കഴിച്ച പാത്രം അത് അങ്ങനെയാണ് കിടക്കുന്നുണ്ട്. ശരിയാണല്ലോ. അമ്മക്ക് ഇനി എന്തെങ്കിലും വയ്യായികയാണ്? അമ്മയ്ക്ക് എന്ത് വയ്യായി വന്നാലും അമ്മ രാവിലെ അടുക്കള കയറണതല്ലേ. ശരിയാ. ഇനി അമ്മയച്ചന് വഴക്കിട്ട അതിന് ചാൻസ് ഉണ്ട്. അമ്മ വന്നാ ഇത് എവിടെയായിരുന്നു? ഞാൻ കഴുകാം. എന്നാ കഴിക്കോ? അല്ല അപ്പൊ എനിക്ക് ചായ ലച്ചു പാത്രം കഴിക്കുമ്പോ അവന് ചായ ഇട്ട് കൊടുക്കേ. അവള് ചായ ഉണ്ടാക്കിയാൽ ഞാൻ കാടി വെള്ളം പോലെ ഇരിക്കും. അമ്മ ഉണ്ടാക്കി തന്നാ മതി. ഒരു ദിവസം അങ്ങനെ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ? അമ്മ പോവാണോ? എന്തേ പാത്രം നീ കഴുകൂലേ? ചായ മാത്രം ഉണ്ടാക്കിയാ പോരാലോ, കഴിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ട്, ഉണ്ടാക്കിക്കോ. നീ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഇത്രയും ചോദ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം? എന്നാ പുറത്തുനിന്ന് ഒരാളെ വിളിക്കട്ടെ. വേണ്ട, ഞാൻ ചെയ്തോളാം. എന്തോ പണി കിട്ടിയ മട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പറഞ്ഞത് ശരിയാ. എനിക്ക് തോന്നുന്നു അച്ഛനായിട്ട് വഴക്കിട്ട് കാണുന്ന ഇതായിരിക്കാനാണോ ചാൻസ്. അതെ, ഞാൻ എന്തായാലും റൂമിലോട്ട് പോവാണ്. ചായ ഉണ്ടാക്കി കഴിയുമ്പോ നിങ്ങൾ വിളിച്ചാൽ മതി. എവിടെ പോണ്? റൂമിലോട്ട് പോണെന്ന്. ചേട്ടൻ എനിക്ക് എല്ലാ ജോലിയും കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ചേട്ടൻ ഒരു കാഞ്ചി ഈ പാത്രം ഒന്ന് കഴുകിത്താ. ദോശയും ചായക്ക് ഞാൻ ഉണ്ടാക്കി തരാം. ശരി, പാത്രം മാത്രം, വേറെ ജോലിയൊന്നും പിന്നെ എനിക്ക് തരാം. പിന്നെ ഉച്ചക്ക് ചമ്മന്തി അരിക്കാനേ ഒരു തേങ്ങയും കൂടെ കുറച്ച് തരൂ. കഷ്ടം നോക്കിയേ. മുടിയുടെ റൂമിൽ ഇറങ്ങി പറഞ്ഞ ഞങ്ങള് പാറുവിന്റെ ടോയ്സ് തപ്പി പോയതാ. പാറുവിന്റെ ടോയ്സ് വെച്ചാ ഇപ്പൊ കളി? ഞങ്ങൾ നിങ്ങളൊന്നുമില്ല അച്ഛാ, ഇവിടെ ഏത് സൈസ് എടുക്കും. അമ്മയുടെ അമ്മ കുറച്ചുമ്പോ റൂമിനകത്ത് കയറി കിടക്കണുണ്ടോ? അമ്മ റൂമിനകത്ത് കിടക്കണം പറഞ്ഞ പിള്ളേര് ഒന്നുമില്ല. എന്താ വയ്യെങ്കിലേ കിടക്കാൻ പാടുള്ളൂ. എന്റെ അമ്മ സാധാരണ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും സുഖക്കേട് തോന്നുമ്പോഴല്ലേ നമ്മൾ ആ സമയത്ത് കയറി കിടക്കാറ്. അതായിരിക്കും അച്ഛൻ അങ്ങനെ ചോദിച്ചേ. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്ത് പണി ഞങ്ങൾക്കാ? ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ അമ്മ, സ്റ്റുഡൻസ്. ഞങ്ങളോട് ഒന്നുമില്ല. കേശു പോയി പഠിച്ചു എസ്കേപ്പ്. എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? ഞാൻ ഹാൻഡ് ബോക്സ് നന്നാക്കിയ പൈസ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ അവര് വീട് പൂട്ടിട്ട് അവിടെ പോയി. എത്ര രൂപ ഉണ്ടായിരുന്നു? 150 രൂപ. ഈ 150 രൂപയ്ക്ക് വേണ്ടിയാണ് രാവിലെ ഇത്രയും നടപ്പങ്ങ് നടന്നു. 150 ചെറിയ കാര്യമാണ്. അപ്പൊ പിന്നെ അയൺ ബോക്സ് നന്നാക്കിയപ്പോ മേടിച്ചാ പോരായിരുന്നു? നന്നാക്കി വന്നപ്പോ 2000 നോട്ട് കൊണ്ടേ വന്നത്, ചില്ലറയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ തന്നായെന്ന് പറഞ്ഞു. എന്നാ പിന്നെ വാങ്ങിക്കണമായിരുന്നു ആ പൈസ. പിന്നെ എന്റെ കൈ പൈസ ഉണ്ട്. എന്തോന്നു ബാലു ഇത്? 150 രൂപ പോലും നിങ്ങളെ കയ്യിലെടുക്കാനില്ലേ? 150 രൂപ പോലും ഇല്ല. വരുന്ന അടുത്ത പണി വരും, ഇഷ്ടംപോലെ പൈസ വരും കയ്യിൽ. ഇത് ധൈര്യം നീ പോയി കിടന്ന് ഉറങ്ങും വൈകി ചെല്ലി. ഇങ്ങനെ പോയാ എങ്ങനെ ബാലു? ഇങ്ങനെ പോയാൽ അങ്ങനെയൊക്കെ പോവും. പൈസ ഇഷ്ടംപോലെ പറ്റുന്നു, പണി ഇപ്പം വരും. സ്കൂട്ടർ പിന്നെ കിടക്കാൻ പോകണ? അച്ഛടുത്ത് പോയിക്കോ. നമുക്ക് ഇവിടെ ഓട്ടക്കാരി ആക്കിയാലോ? അതാകുമ്പോ ഭാവിയിൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ മെഡൽ ഉറപ്പാ. ഓട്ടക്കാരി ആക്കണേ കൊള്ളാം, തള്ളിയിടരുത്. അതിനല്ലേ ഞങ്ങൾ ഇടവും വല്ലതും നടക്കണത്. എവിടെ പോണു? ഇങ്ങനെ പിള്ളേരുടെ കളിയും കണ്ട് ഇങ്ങനെ സുഖിച്ചുവിട്ടിങ്ങനെ ഇരുന്നു. ലോകത്ത് ഇത്രയും ഭാഗ്യം തന്ന വേറെ ഉണ്ടാ? പല ടൈപ്പിലുള്ള പല ഇലത്തിലുള്ള പിള്ളേരെ കളിയാണ്. എന്ത് രസോടി. ആ ശരിയാ, പല ടൈപ്പിലുള്ള മക്കളുടെ കളിയും കണ്ട് ഒരു പണിക്ക് പോകാണ്ട് വീട്ടിൽ കുത്തിരിക്കുക നല്ല സുഖമാണ്. നീ എന്താടേ എന്റെ അമ്മ ഭവാനിയമ്മ പറയുമ്പോ മുള്ളും മുനയൊക്കെ വെച്ച് സംസാരിക്കണേ? എന്നാ മുള്ളുമനയും വെക്കണ്ട് സ്ട്രൈറ്റ് അങ്ങ് പറയാം. മതിയാ? ഇവിടെ ആലോചിച്ചിട്ട് മനുഷ്യന് ഒരു എത്തുപിടിയും കിട്ടണില്ല. ആലോചിക്കാനാ പോലെ നിങ്ങൾക്കെല്ലാം തമാശ കേട്ടാ, അതുകൊണ്ടാ ജീവിതം ഇങ്ങനെ ആയിപ്പോയെ. ജീവിതം എങ്ങനെ ആയിപ്പോയി? നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കണില്ലേ?
നമ്മളെ ജീവിതത്തിൽ എന്തോന്ന് കുഴപ്പം? അച്ഛനും അമ്മയും മക്കളുടെ സന്തോഷത്തോടെ ജീവിക്കില്ലേ? സന്തോഷത്തിനൊന്നും ഒരു കുറവുമില്ല. എന്തോ ദൈവാധീനം കൊണ്ട് സന്തോഷം ഈ വീട്ടിൽ ധാരാളം ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ. ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കരുത്. ഇന്നത്തെ ജീവിതം അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കണം. പിന്നെന്തോന്നു? ഇന്ന് മാത്രം ജീവിച്ചാൽ മതിയാ? നാളെ ഒരു ജീവിതം ഉണ്ട്, ഇന്നത്തോട് ജീവിതം തീരണില്ല. ഈ കാര്യം എന്താ വെച്ചാ പറയും ബാലു. ബാലുവിന് ഓർമ്മയുണ്ടോ പണ്ട് വിഷ്ണുവിന് 1 വയസ്സുള്ളപ്പോ ബാലുവിന് കുവൈറ്റിൽ പോകാൻ ഒരു വിസ വന്നത് ഓർമ്മയുണ്ടോ? സന്തോഷമായിട്ട് കൊണ്ടുവന്ന വിസ ഓർമ്മയുണ്ട്. നല്ല വിസ ആയിരുന്നല്ലേ? പിന്നെ എത്ര രൂപ ശമ്പളം എന്ന് അറിയാം? വലിയ ശമ്പളമല്ലേ? എനിക്കറിയാം, മറ്റേ ശിവയല്ലേ പോയത്. അവയിപ്പോ 2 നില വീടും വെച്ച് കുറെ പറമ്പും വാങ്ങിച്ച് നല്ല കോടീശ്വരനെ. ഇപ്പൊ ഓർക്കുമ്പോ അത് നഷ്ടായിപ്പോയെന്ന് തോന്നുന്നു. അല്ല, അന്ന് ആ വിസക്ക് നിങ്ങളങ്ങ് പോയാൽ മതിയായിരുന്നു. അന്ന് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ പോണ്ട, ബാലു എനിക്ക് എപ്പോഴും കാണണം, ഇവിടെ എന്തെങ്കിലും ചെറിയ പണി ജീവിച്ചാൽ മതിയെന്ന്. ഇപ്പൊ അങ്ങനെ പറയണ? അല്ല, ഇപ്പൊ അങ്ങനെ പറയണ. പക്ഷെ അന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് ബുദ്ധിച്ചിട്ടുണ്ട്. തലവര അതുപോലെ നടക്കും. ബാലു, തലവര നമ്മള് അത് ദൈവം വിധിച്ചതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാ. ഇപ്പൊ നിനക്ക് എന്താണ്? ഞാൻ ഗൾഫിൽ പോണോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോകാൻ പറ്റില്ലല്ലോ. ബാലു, നീ പാടിക്കണത് ഇത് ചായ എടുത്തുണ്ട്. പോ ചായ. ആ വരാ. എന്താ നീ എന്തിയാ ഫോൺ എടുത്ത് മാറ്റ്, എന്നിട്ട് ഈ പച്ചക്കറി അരിയാൻ നോക്ക്. എന്താ ഇത് രാവിലെ തൊട്ട് അടുക്കളത്തെ ജോലി മൊത്തം ചെയ്തത് ഞാനല്ലേ, ഇനിയിപ്പോ പച്ചക്കറി അരിയണോ? നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാം. ഒരു കുപ്പി വെള്ളം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറഞ്ഞ എന്ത് എത്ര ബുദ്ധിമുട്ട് എടുത്ത് വെക്കാൻ? ചേട്ടനാണെങ്കിലും വെക്കാലോ. ഇതെവിടെയാണ്? ഈ ലോകത്തൊന്നല്ലേ? ഹലോ, എന്താ അമ്മ ഈ ലോകത്തൊന്നല്ലേന്ന്? നിനക്കിപ്പോ എത്ര വയസ്സായി? തുടങ്ങി. എല്ലാ കാര്യം ഉണ്ടായിരുന്നോ? അമ്മ ആലോചിച്ചോടെ തന്നെ നിക്കൂലായിരുന്നോ? 10 വർഷം കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? 10 വർഷം കൂടി എന്താ അവസ്ഥ? എന്റെയും ലച്ചുവിന്റെ കല്യാണം കഴിയും, കേശു ജീവൻ പാറുകുട്ടി വലുതാവും, ഇത്ര തന്നെ. അപ്പോഴും ചേട്ടൻ BSc എഴുതിയെടുക്കൂല? ഞാൻ ഈ വർഷം എഴുതിയെടുക്കൂടി. ഓ, എന്നാ ചേട്ടൻ തന്നെ കൊള്ളാം. അമ്മ, 10 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവുമോ? എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മുടെ ലൈഫിന്റെ ഒരു ഒഴുക്ക് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ പാറക്കുട്ടിയുടെ കല്യാണം എടുക്കുമ്പോഴേക്കും നമുക്കൊരു വീടുണ്ടാവും അല്ലേ? അപ്പൊ പാറക്കുട്ടിക്ക് മാത്രം സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള ഭാഗ്യമുള്ളൂ. അത് തന്നെ. ആ കാര്യം എന്റെ മക്കള് ഇപ്പോഴേ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ 5 മക്കളുടെയും കല്യാണം സ്വന്തം വീട്ടിൽ വെച്ചേ നടത്തുള്ളൂ. അത് ഈ അമ്മ തരണ ഗ്യാരണ്ടിയാ. എന്ത് ഗ്യാരണ്ടി? അമ്മയുടെ ഗ്യാരണ്ടി ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ള, അതുകൊണ്ട് ഇതിലെനിക്ക് വിശ്വാസമൊന്നുമില്ല. മക്കൾ അമ്മയോട് പാലിക്കേണ്ട ഗ്യാരണ്ടി പാലിക്കാറുണ്ടോ? ഞങ്ങൾ എന്താ പാലിക്കാത്തത്? അല്ല, നീ 2018 BSc ചെയ്തെടുക്കുമെന്ന് പറഞ്ഞല്ലോ. അല്ല, അതിപ്പോ 2019 ഇങ്ങനെ നീണ്ടു നിവർന്ന ഇടക്കല്ലേ, അപ്പോഴെഴുതിയെടുക്കാലോ. 1 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോണ്ടൊന്നും പറ്റാൻ പോണല്ലേ. ഞാൻ പോണ്. ആ വെള്ളം വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ടു. അടുക്കളയിലെ കാര്യമൊക്കെ ലച്ചു നോക്കിക്കോളും. അടുക്കളയിലെ കാര്യമൊക്കെ ലച്ചു നോക്കിക്കോളും. മൊത്തത്തെ അവളെ അയപ്പിച്ചാ? അപ്പൊ ബാക്കി കഴിഞ്ഞിട്ടൊന്ന് കഴിക്കണ്ടേ? അത്രയൊക്കെ രുചി മതി. എന്തോടെ ഒരുമാതിരി ഇടന്നിരിക്കുന്നത്? അങ്ങനെ ദേഷ്യം? അല്ല, പടവലത്തെ അച്ഛനമ്മയും നേറ്റിക്കലിലെ അച്ഛനൊക്കെ നിങ്ങൾ ഓരോന്ന് പറയുമ്പോ ഞാൻ മിണ്ടാതെ നിന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ തോന്നുന്നുണ്ട് അവര് പറഞ്ഞതൊക്കെ ശരിയാണ്. എടി, ഇവരാരെങ്കിലും ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറ്റങ്ങളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് വിട്. അതല്ല ബാലു, എന്ത്? ഇപ്പൊ നെയ്യാറ്റിങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ രാജേന്ദ്രചേട്ടനാണെങ്കിലും സുരേന്ദ്രനാണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പടവലത്താണെങ്കിൽ ശ്രീരാജേട്ടനും ശ്രീകുട്ടനും ഒക്കെ സാമ്പത്തികമായിട്ട് അവർക്കും പ്രശ്നമൊന്നുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ജീവിച്ചു. ആര് പറഞ്ഞു ഈ ശ്രീകുട്ടനും ശ്രീരാജനും സുരേന്ദ്രനും പ്രശ്നങ്ങളില്ലാന്ന്? ആര് പറഞ്ഞു? അവർക്കും പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മളെത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ അവർക്ക്. നിനക്കിപ്പോ എന്താണ് പെട്ടെന്ന് ആവശ്യം? നിനക്ക് ഒരുപാട് കാശുണ്ടാക്കണോ? ഇനി നിനക്ക് ഓർമ്മയുണ്ട, നമ്മളെ കല്യാണം കഴിഞ്ഞപ്പോ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മളൊരു തീരുമാനം എടുത്താ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കൂല. ബാലു, നമുക്ക് ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ വളർച്ചയും കളിയും ചിരിയും കണ്ട് ജീവിത അവസാനം വരെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്ന്.
നീ മറന്ന്, പക്ഷെ ഞാൻ മറന്നിട്ടില്ല. ഞാനതൊന്നും മറന്നിട്ടൊന്നുമില്ല. പിന്നെ അതിന് സന്തോഷത്തിനൊന്നും ഒരു കുറവുമില്ല. അതിന് ഈശ്വരാനുഗ്രഹം ഒരുപാടുണ്ട്. ഈ പാറക്കുട്ടി അടക്കം നമുക്ക് 5 മക്കളുണ്ടായതും നമ്മൾ ആഗ്രഹിച്ചപ്പോ തന്നെ. പക്ഷേ എന്തോന്ന് പക്ഷേ നിനക്കത് പേടിയാ ഈ പിള്ളേരെ ഭാവിയെ പറ്റി? അവരെന്താവും നിനക്ക് പേടിയാ? ആ പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. മടി കരയില്ലാത്തവന് വഴി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. മടിയിൽ കനയില്ലാത്തവന് വഴി പഠിക്കേണ്ട ആവശ്യമില്ല. നീ എന്തോ പറഞ്ഞു പറഞ്ഞ? അല്ല, നേരത്തെ നിങ്ങളുടെ കയ്യില് ഒരു 100 രൂപ എടുക്കാനില്ലെന്നും പറഞ്ഞ് വിഷമം പറയണ്ടായിരുന്നു. ആര് വിഷമം പറഞ്ഞു? ഞാൻ വിഷമം പറഞ്ഞില്ല, 100 രൂപ ഇല്ലെന്നേ പറഞ്ഞോളൂ. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ശരി ബാലു, ഓ എന്ത് വിഷമമായോ? ഏയ് അത് ഞാൻ വേറൊന്നും വെച്ചിട്ടല്ല പറഞ്ഞേ. അതെ, എനിക്കറിയാം, മനസ്സിലായി. ബാലു, ഞാൻ നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എനിക്ക് വിഷമമൊന്നുമില്ല. അല്ല ബാലു, എനിക്ക് ഈ വിഷ്ണുവിനെ കാണുമ്പോൾ പേടിയാവുക. നിങ്ങളെ പോലെ തന്നെ ആയി തീരുവനും. ഒരിക്കലും എന്നെ പോലെ ആവൂല. അതെല്ലാ അച്ഛനന്മാരും പറയണല്ലേ. അതുപോലെ സംഭവിക്കാറുണ്ടോ? നീയൊക്കെ എന്നെ പറ്റി എന്തോന്ന് വിചാരിച്ചു വെച്ചിരിക്കണേ? ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെന്നാ അല്ലേ? പിന്നെ നീയൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങ് കുമ്പത്തി എത്തിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ അങ്ങനെ പറഞ്ഞോ? നീ നേരിട്ട് പറഞ്ഞില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. എടി, നിന്നെ പോലത്തെ ആശങ്കകളും പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കില്ല, അത്രേ ഉള്ളൂ. അച്ഛാ, എന്ത് എല്ലാരും കൂടെ? അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറ. ഒരു പ്രശ്നമില്ല, പോലാരും. അല്ല, നിങ്ങൾ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടപ്പോ ഞങ്ങൾക്ക് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി. ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിരിക്കും. അല്ല, പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് മാറിയിരുന്ന് സംസാരിക്കുന്നത്? അല്ല, അച്ഛനമ്മ ഇടയ്ക്കിടയ്ക്ക് മാറി സംസാരിക്കണം നോക്കാമെന്നാണോ? അങ്ങനെയല്ല അമ്മേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യാറാണല്ലോ പതിവ്. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല. അല്ലാതെ അച്ഛൻ ഞങ്ങളടുത്ത് പറയാതെ നമുക്ക് എങ്ങനെ അറിയണം സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ലല്ലോ? അച്ഛാ, അച്ഛന്റെ കേസുമാണ് പറയണ. അച്ഛൻ പറ. ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ, പോ. സമാധാനമായല്ലോ. വല്ല കാര്യം ഉണ്ടായ കേൾക്കാൻ. അച്ഛനമ്മ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തേ പോണില്ലേ? എന്തിനാ വായ നോക്കിക്കൊണ്ടിരിക്കണ? ബാ. സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയാതിരുന്നതേ അച്ഛനും അമ്മയും പറയണെങ്കിൽ പറയട്ടെ എന്ന് വെച്ചിട്ടാ. എന്താ ചേച്ചി കാര്യം? സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, എന്റെ ഒരു നിഗമനമാണ്. നീ കാര്യം പറയടി. അച്ഛനും അമ്മയ്ക്കേ നമ്മള് മക്കളെ പറ്റി ഓർത്താണ് ടെൻഷൻ. നമ്മളെന്ത് ചെയ്തു? നമ്മളെന്താ ചെയ്യാത്തത്? ചേട്ടന്റെ BSc, എന്റെ കല്യാണം, പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ പഠിത്തം, പാറക്കുട്ടിയും വലുതായി വരുവാണല്ലോ. ഒരു സാധാരണ അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ അടിക്കാനുള്ള എല്ലാ കാര്യവും നമ്മുടെ ഈ വീട്ടിലുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മളോട് പറഞ്ഞുകൂടി? എടാ, അതെങ്ങനെയാ? അച്ഛന്റെ അമ്മയുടെ അഭിമാനം അതിന് സമ്മതിക്കില്ല. ശരിയാ. ചേട്ടൻ ഇങ്ങനെ ശരിയാന്നും പറഞ്ഞിരുന്നു. എന്നാ ചേട്ടൻ കാരണമാണ് അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ. ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിലിടുമല്ലോ പ്രശ്നത്തിന് കാരണം. അങ്ങനെ ചേട്ടനെ മാത്രം കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചേച്ചി കോളേജിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അത് തന്നെ ചേച്ചിക്ക് സ്ഥിരമായിട്ടെ അംഗൻവാടി തന്നെ പഠിപ്പിക്കാൻ പാടില്ലായിരുന്നോ? അതാകുമ്പോ വീട്ടിലേക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടിയേനെ. അയ്യോ, ഇപ്പൊ നിനക്കൊക്കെ വേണ്ടി ഞാൻ ജീവിതം കളയണായിരിക്കും. ഞാൻ ആർക്കും വേണ്ടി ജീവിതം കളയേണ്ട ആവശ്യമൊന്നുമില്ല. മുതിർന്നവരായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതെ, മുതിർന്നവർക്ക് മാത്രമല്ല ഇളയതുങ്ങൾക്കും ഉണ്ട് ഉത്തരവാദിത്തം. നമ്മളെല്ലാരും കൂടെ ഇതിനോട് നടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ എല്ലാം വന്ന് കണ്ട എല്ലാവർക്കും പൊതിരെ തല്ല് കിട്ടും. നീ പറഞ്ഞ കറക്റ്റാടാ. നീ വാ, നമുക്ക് പോവാ. ഇവരെ തല്ലുകൂടെയോ തല്ലുകൂടാതിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. വാ. അയ്യാ, ചെല്ല് ചേട്ടനെ വിളിച്ചോണ്ട് പോ. എടി, നീയൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി പോകുന്ന പരിപാടി എന്ന് നിർത്തുന്നോ അന്ന് നീയൊക്കെ നന്നാവും. അതെ, ഞങ്ങൾ നന്നായിട്ട് തന്നെ ഇരിക്കുക. ചേച്ചി ഞങ്ങളെ നന്നാക്കാൻ നോക്കണ്ട. വിളിച്ചോണ്ട് പോടി അവനെ. നന്നാക്കാൻ നോക്കണ്ട. നോക്കണില്ല, നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നന്നാവൂലല്ലോ. ഞാൻ ജംഗ്ഷൻ വരെ പറ്റൂരേ. എന്തിനാ ജംഗ്ഷനിൽ പോണേ? ജംഗ്ഷനിൽ എന്തിനാ പോണേ? അത് ശരിയാണ്. നാട്ടുകാരൊപ്പം കറങ്ങടിച്ച് കിടക്കലും ജംഗ്ഷനിൽ പോയി നിൽക്കലൊക്കെ ആണല്ലോ നിങ്ങൾ ഉദ്യോഗം. പോയിട്ട് വന്നാ മനുഷ്യനെ മറ്റവനാക്കല്ലേട്ടാ. എനിക്ക് മാത്രം കുറ്റമുള്ളടി, നിനക്കില്ലടി. നിന്റെ വീട്ടുകാർ ധാരാളം വസ്തു ഞാൻ നന്നായനെ. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്റെ വീട്ടിലെ സ്വത്തിനെ കയറി ഞങ്ങൾ പിടിക്കും.
പിന്നെ ഒന്നും മിണ്ടൂലല്ലോ. എന്റെ വീട്ടിലെ സ്വത്തിലേക്ക് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കില്ലായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് കുടുംബം പോറ്റാൻ നല്ല വിശ്വാസമുള്ളവരെ കല്യാണം കഴിച്ചത്. എനിക്ക് ഗൾഫിൽ ഒരു അന്തസ്സുള്ള ജോലി ഒന്നുണ്ട്. നീ ഒറ്റ ഒരു പറഞ്ഞേക്കാത്തത്. ഈ ഗൾഫിൽ ജോലിയുള്ളവർ മാത്രമേ ജീവിക്കണല്ലോ, നാട്ടിൽ ജോലിയുള്ളവരൊന്നും ജീവിക്കണില്ലേ? നാട്ടിൽ ജോലി ജീവിക്കുന്നുണ്ട്, നല്ല അന്തസ്സായി ബിസിനസ് ചെയ്തവർ ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലൊട്ടു പണി കൊണ്ട് നടന്ന ഗതിയൊന്നും പിടിക്കില്ല. അപ്പോൾ സമ്മതിച്ചല്ലോ, നിങ്ങൾക്ക് ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം സമ്മതിച്ചല്ലോ, അത് മതി എനിക്ക്. ഞാൻ ഗതി പിടിക്കാത്തോണ്ട് നിനക്ക് നിന്റെ വീട്ടുകാർക്ക് സന്തോഷമല്ലേ? ഇനി ഒരവസരം തന്നിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോകാൻ. ഒരവസരമാണ്, ഒരുപാട് അവസരം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഗതി പിടിച്ചോ നിങ്ങൾ. ഇപ്പൊ തന്നെ കേബിറ്റ് വെക്കുന്ന ഒരുപാട് പൈസ ചെലവാക്കിയല്ലോ, അത് രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. പെട്ടെന്ന് പണക്കാരനാവോ? സമയം സമയം കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് സമയം തന്നോണ്ടിരിക്കുക. സമയത്തിന് നീണ്ടൊക്കെ പോകണല്ലോ, ഒരു കാര്യമായിട്ട് നടക്കണമെന്നില്ല. മടുത്തെനിക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞോ? കുട്ടമ്മളെ ബാബാനെ വീട്ടുകാരല്ലേ വിളി. എന്റെ അച്ഛനമ്മയെ മാത്രം എന്തിനാ? നിങ്ങളെ വീട്ടിലുണ്ടല്ലോ, നിങ്ങളെ വീട്ടിലെ അച്ഛനമ്മയെ സഹോദരന്മാരെ എല്ലാരും വിളിക്കും. എന്തോന്നാ ഇതൊക്കെ? എന്താന്ന് പറഞ്ഞാൽ അമ്മ മറിച്ച് മനസ്സിലാക്കടി. ഇവിടെ നേരെ ഈ വീട് തന്നാവുള്ളൂ, അറിയാം. സംഭവം എന്താ? കാര്യം പറ. അമ്മ കരയല്ലേ? അമ്മ കാര്യം എന്താന്ന് പറയുമ്പോ അച്ഛൻ ഇവിടെ വന്നിരിക്കുവായിരുന്നു. അമ്മേടെ ബഹളമൊക്കെ തീർന്നാടേ. എന്റെ അച്ഛ, അമ്മ എന്തെങ്കിലും വിഷമം കൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് അച്ഛൻ ഇതൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്ത് പിണങ്ങിയിരിക്കുക. എനിക്ക് പണക്കൊന്നുമില്ല, എന്റെ അമ്മയ്ക്കല്ലേ പണക്കോ ദേഷ്യമൊക്കെ. അമ്മയ്ക്കും ദേഷ്യവും പിണക്കൊന്നുമില്ല. അമ്മേ എന്തുവാ അവിടെ അമ്മ അച്ഛാ, നിങ്ങൾ ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അമ്മ അച്ഛനെ കുറ്റം പറഞ്ഞതും അമ്മ അച്ഛനോട് വിഷം പറഞ്ഞത് എന്തിനാണ് ഞങ്ങൾക്കറിയാം. അമ്മ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോർത്ത് മാത്രം. കുറച്ചും കൂടെ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഈ പറയുന്ന സാമ്പത്തിക ഭദ്രത തേടി ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് അമ്മയ്ക്ക് അറിയാലോ. അറിയാലോ, നിന്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുടെ അച്ഛന്മാർ ഗൾഫിലൊക്കെ ജോലി ചെയ്യണില്ലേ? ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കുട്ടികൾ പറയുന്ന വിഷമം അമ്മ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. അവര് ഞങ്ങളുടെ അടുത്ത് പറയുക വെച്ചാ അവരവരുടെ അച്ഛനെ മിസ് ചെയ്യുന്നു, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പോലും അവരുടെ അച്ഛന്മാർ കൂടെ ഉണ്ടാവാറില്ല. അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛനെ വേണ്ടി ഉള്ളത് എത്ര ഭാഗ്യമാണ്. അമ്മ ഈ പൈസ മാത്രം ഉണ്ടാക്കി വെക്കണല്ലോ കാര്യം. സന്തോഷം ഇല്ലാണ്ട് ഈ പൈസ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് എന്തോന്ന് കാര്യം? അത് തന്നെ. അമ്മ അല്ലെങ്കിൽ എന്തിനാ അമ്മ പേടിക്കുന്നത്? നോക്കി, ഞങ്ങളെ 5 മക്കളാ. എന്റെ ഡിഗ്രി താന്നും പറഞ്ഞു കഴിയും, പിന്നെ എനിക്ക് ജോലി കിട്ടാൻ വലിയ പാടൊന്നുമില്ല. അതെ, ഞാൻ BSc എഴുതിയെടുക്കുകയും ചെയ്യും. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അച്ഛന്റെ പ്രതീക്ഷയ്ക്ക് ഞാൻ തെറ്റിക്കും. BSc എഴുതിയെടുക്കുകയും ചെയ്യും, എനിക്കൊരു ജോലി കിട്ടും. അങ്ങനെ ഈ വീട് രക്ഷപ്പെടുമല്ലോ അമ്മേ. ചേട്ടൻ ഈ പറഞ്ഞതിൽ എത്ര ആത്മാർത്ഥത ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടോ. ഇന്ന് പോടി നടന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞത്. എനിക്കൊരു ജോലി കിട്ടി, ഈ വീട്ടിലെ അവസ്ഥകളൊന്നും മാറ്റാതെ ഞാൻ കല്യാണം പോലും കഴിക്കണില്ല. അപ്പൊ ഒരു കാലത്തും കല്യാണം കഴിക്കൂല അച്ഛാ. അല്ലെങ്കിൽ അച്ഛനെ എപ്പോഴും കളിയാക്കാറല്ലേ ഉള്ളൂ. പക്ഷെ ഭാവിയിൽ അച്ഛന് എന്നെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ എഴുതി വെച്ചോ. അച്ഛാ, ഈ മുടിയിൽ തന്നെ കൊണ്ടൊന്നും അച്ഛന് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോണില്ല. പക്ഷെ എന്നെ കൊണ്ട് അച്ഛന് ഇഷ്ടം പോലെ ഗുണം ഉണ്ടാവും. അച്ഛൻ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചോ, ഞാൻ തല എടുത്തോട്ട്. അപ്പൊ പിന്നെ എന്റെ പേരോ? ഞാൻ എന്റെ പേര് വഴുതനങ്ങ അക്ഷരത്തിൽ എഴുതി വെക്കും. നീ പടവലങ്ങ അക്ഷരത്തിൽ എഴുതി വെക്കടി. അമ്മ പടവലത്തെ പറ്റി പറഞ്ഞു. പടവലെന്ന് പറഞ്ഞാൽ മൂത്തവരിങ്ങനെ കണ്ടില്ലേ? മതി. മൂത്തോര് ഞെളിഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊന്ന് മൂക്കുമ്പോഴാണ് കാണാൻ പോണത്. നിങ്ങൾ മൂക്കട്ടെ, അതുവരെ ഞങ്ങൾ നോക്കിക്കോളാം. ആലപ്പുറ കൂട്ടങ്ങള് എന്തിനാ ഇങ്ങനെ ആയി പോയത്? നമ്മളെ മക്കളല്ലേ ബാലു. അമ്മ, ഞങ്ങൾ ഇനി വഴക്കൊന്നും എടുപ്പിക്കാം. മാവ് പൂത്തൊരഞ്ഞിങ്ങനെ കണ്ട ഇത്രയും പൂക്കളെല്ലാം കൂടെ കാച്ചിറങ്ങിയ ഇഷ്ടം പോലെ വാങ്ങ കിട്ടും. ഇത്രയൊന്നും കായ്ക്കില്ല ബാലു, ഒരു 3/4 ഭാഗവും പൊഴിഞ്ഞു പോകും. അതല്ലേ പറയണേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും
അറിയാം അപ്പോ ഇതെന്തോ രീതിയില് അടക്കായ മടി വയ്ക്കാം, അടയ്ക്കാ കുരുവായാലും ഞാൻ പോയി